ഗൈസ്, ഗുഡ് മോർണിംഗ്. അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റൊക്കെ? നന്നായിട്ട് പോകുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഒന്ന് മഴയൊക്കെ പെയ്ത് രാവിലെ രാത്രി നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് നല്ല തെളിഞ്ഞിരിക്കുന്ന ആകാശം. രാവിലെ ഞാൻ എന്നാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് സ്ത്രീയും പുരുഷനും. എന്താണ് ലൈംഗികത, സെക്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, ശരീരം തുടർച്ചയായിട്ട് സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒടുവിൽ രണ്ടുപേരുടെയും സ്രവങ്ങൾ അവസാനിക്കുമ്പോൾ സ്രവം പൂർണ്ണമായും പുറത്തു പോയി കഴിയുമ്പോഴത്തേനും ലൈംഗികത അവസാനിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെക്സ്. അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും പ്രവർത്തന രീതികളും അതുപോലെ തന്നെ ആനന്ദത്തെക്കുറിച്ചുള്ള ബോധവും വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സ്ത്രീകളിൽ കാമത്തിൻ്റെ തീവ്രതയെ വലിയ വ്യത്യാസമുണ്ട്. ചിലർ എളുപ്പത്തിൽ തൃപ്തിപ്പെടുമ്പോൾ മറ്റു ചിലർ ദീർഘനേരം അത് തുടരുവാൻ ആഗ്രഹിക്കുന്നവരും സന്നദ്ധരുമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ടാമത് പറഞ്ഞവരെ തൃപ്തിപ്പെടുത്തുവാൻ പുരുഷൻ തന്ത്രങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്. അതായത് ദീർഘമായിട്ടുള്ളതിനെ ഉള്ളവരെ ആഗ്രഹിക്കുന്നവർ അതിനകത്ത് കുറച്ച് തന്ത്രങ്ങൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അത്രയും ഓർത്ത് വെക്കുക. പിന്നെ അതായത് ഒരു സ്ത്രീയുടെ ദ്രവം കൂടുതലായും അതുപോലെ തന്നെ കുറച്ചായിട്ടും ഒഴുകാൻ ഒരു പുരുഷന് കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് മനസ്സുകളുടെ കൂടുതലായും കുറഞ്ഞതായും ഒഴുക്കാൻ പുരുഷന് സാധിക്കും. ഇത് മനസ്സുകളുടെ ആഴത്തിലിറങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രവർത്തനങ്ങളുടെ വ്യത്യാസം, അതായത് പുരുഷൻ പ്രവർത്തിക്കുന്നവനും സ്ത്രീ അതിന് വിധേയമാകുന്നത് സ്ത്രീ പുരുഷന്മാരുടെ പ്രകൃതിയാ ഉള്ള സവിശേഷതകൾ കൊണ്ടാണ്. മറിച്ചായി എങ്കിൽ പ്രവർത്തിക്കുവാൻ വിധേയനാകേണ്ടി വരും. തിരിച്ചും സംഭവിച്ചേനെ. ഈ വ്യത്യാസത്തിൽ നിന്നാണ് ആനന്ദത്തെക്കുറിച്ചുള്ള വികാരബോധത്തിലെ വ്യത്യാസവും ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ചോദ്യങ്ങൾ ചോദിക്കാൻ കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാനത് പഠിച്ചേച്ച് ഞാൻ മറുപടി തരാം. ഒരു പുരുഷൻ ചിന്തിക്കുക, ഈ സ്ത്രീ എന്നോട് ചേർന്നിരിക്കുന്നു എന്നായിരിക്കും. എന്നാൽ ഒരു സ്ത്രീ ചിന്തിക്കുന്നത്, ഞാൻ ഈ പുരുഷനോട് ചേർന്നിരിക്കുന്നു എന്നാണ്. അതായത് ഡോക്ടർ ജൂൾസ് ഗോയോട്ട് അദ്ദേഹത്തിൻ്റെ ബ്രിബയർ ഡെലമോർ എന്നൊരു ഫ്രഞ്ച് കൃതിയുണ്ട്. അതിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ലൈംഗികതയുടെ പരകോടി